അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിമഹത്തായ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഓരോ വ്യക്തികളും കരഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ നിങ്ങൾ രക്ഷ കിട്ടാനുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഒരുപാട് ദുഃഖിച്ചിരിക്കുന്നുണ്ടാവും ചില ആൾക്കാർ. എനിക്ക് എൻ്റെ വീട്ടിലെ കമൻറ്റുകൾ തന്നെ നിങ്ങളൊന്ന് എടുത്ത് ചെക്ക് ചെയ്താൽ കാണും. ഓരോ ആൾക്കാരുടെയും ഓരോ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞിരിക്കുന്ന ദിവസങ്ങൾ. അപ്പോൾ ആ ദിവസങ്ങൾ കരഞ്ഞിരിക്കുന്ന സംഭവം എന്താണെന്നല്ലേ, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ല നിങ്ങൾ കിട്ടാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ, അത് കിട്ടാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 100% അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. യാതൊരു കാരണവശാലും തന്നെ നിങ്ങളത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നിൽക്കേണ്ട. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, നമ്മൾ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചു നിൽക്കണ്ട. അതുപോലെ തന്നെ എനിക്കത് കിട്ടൂല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് നിൽക്കണ്ട. കാരണം പൈസയായാലും നമ്മുടെ സ്വർണ്ണമായാലും നമ്മുടെ മുതലായാലും എന്ത് തന്നെ ആയാലും നമ്മുടെ എന്താണോ നമ്മൾ ആഗ്രഹിച്ച ആ സമ്പത്ത്, ഏതാണോ നമ്മൾ ആഗ്രഹിച്ച ആ മുതൽ, ഇതൊക്കെ ഏതാണോ നമ്മൾ ആഗ്രഹിച്ച സ്വത്തുക്കൾ, ഇതൊക്കെ നമുക്ക് വീണ്ടെടുക്കാനും വീണ്ടു കിട്ടാനും ഉള്ള ഒരു അതിമഹത്തായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബ് ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് അറിയാതെ എത്തിക്കുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരോടും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. കാരണം നമ്മളൊരു ലൈക്ക് ചെയ്യുന്ന ആ കാര്യം കൊണ്ട് മറ്റുള്ളവരിലേക്ക് നമ്മളെ വീഡിയോ എത്തുമ്പോൾ അപ്പോൾ എന്താവും, അവർക്കും അത് കാണാൻ വേണ്ടി പറ്റൂലേ. നമ്മൾക്ക് ഷെയർ ചെയ്യുന്നതോടെ പോലെ തന്നെ ലൈക്ക് കൂടുതലുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നമ്മളെ വീഡിയോ പെട്ടെന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പറയുന്നത്. എൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിൽക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാധനം, നമ്മുടെ സ്വർണ്ണമായാലോ പൈസയായാലോ എവിടെയെങ്കിലും മറന്നു വെച്ച് പോയിട്ടുണ്ടെങ്കിലോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ നമുക്ക് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെയാണ് നമുക്ക് വാങ്ങാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്കത് വാങ്ങി നമ്മുടെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയവും സന്ദർഭവും അല്ലാഹു ഒരുക്കി തരും. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. വലിച്ചു നീട്ടി കൊണ്ടുപോകരുത്. പെട്ടെന്ന് പറയത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞതിനെ കൊണ്ട് കാര്യത്തിൻ്റെ ഗൗരവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് ആൾ ദുഃഖിച്ചിട്ടും കരഞ്ഞിട്ടും ഇരിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോകളിലുള്ള കമൻറ്റുകൾ തന്നെ വായിച്ചാൽ അറിയാം, ഓരോരാൾക്ക് നഷ്ടപ്പെട്ടു പോയ മുതലിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു, കരഞ്ഞിരിക്കുന്നു. അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നേടിയെടുത്ത സംഭവമായിരിക്കും. അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലേ. നമുക്ക് ഒരാൾക്ക് നമ്മളെ മനസ്സ് പറഞ്ഞ് കൊടുത്താൽ നമുക്കത് സങ്കടമില്ല. പക്ഷേ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലോ ഭയങ്കര സങ്കടം, ഭയങ്കര ഒരു ബേജാറും ഒക്കെയാണ് ഉണ്ടാകുക. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മളെ മനസ്സറിഞ്ഞിട്ട് നമ്മളെ ഫ്രണ്ട്സിനോ അല്ല നമ്മളെ ഫാമിലിയിലുള്ളവർക്കോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു തൃപ്തിയാണ് അല്ലേ, തൃപ്തിയോട് കൂടി കൊടുക്കുന്നതാണ്. അതിൽ നമ്മൾ ഖേദിക്കില്ല. പക്ഷേ നമ്മളെ കയ്യിൽ നിന്ന് അറിയാതെയോ അല്ല എങ്ങനെയെങ്കിലും ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മുതൽ നമുക്കത് നഷ്ടമായി കഴിഞ്ഞാൽ നഷ്ടം തന്നെയാണല്ലേ. അത് കിട്ടൂലേ എന്നുള്ള ഒരു ആശങ്കപ്പെട്ടിട്ട് നിൽക്കും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മുതൽ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എനിക്ക് വാങ്ങാൻ പറ്റുന്നില്ലല്ലോ, ആ വാങ്ങേണ്ട സംഭവത്തിലേക്ക് എത്തുമ്പോൾ ആ പൈസയോ ആ മുതലോ ആ സംഭവങ്ങൾ വേറെ വഴിക്കാന്നല്ലോ പോന്ന് എല്ലാം ഒരു തടസ്സങ്ങളാണല്ലോ. ഇതൊക്കെ ആലോചിച്ചിട്ട് പല കൂട്ടുകാരും തന്നെ പല മാതിരിയിൽ വിഷമിക്കുന്നുണ്ട്. ആ വിഷമങ്ങൾക്കൊക്കെ തന്നെ തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം, എന്നാലേ ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞു തീർക്കിത്താ, പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വിലപിക്കാതെ നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിനെ കൊണ്ടാണ് ഇത്ര സംഭവങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നു. അത് നമ്മൾ മുഴുവനായിട്ട് കേൾക്കണം. ഒരു കൂടി വന്നാൽ ഒരു 4, 5, 6 മിനിറ്റ് അല്ലേ ആ വീഡിയോകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് കേട്ട് നിൽക്കുക. മറ്റുള്ളവരുടെ പസാദോ ഫിത്തിരിയോ ഒന്നുമല്ലല്ലോ നമ്മൾ കണ്ടു നിൽക്കുന്നതല്ലേ. ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ എന്താ വേണ്ടത്, നമ്മളെ മനസ്സിൽ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റും. നമ്മളെന്തായാലും പിന്നോക്കമല്ല വരിക. ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കൂടുതൽ നമുക്ക്
ബുദ്ധിവികാസങ്ങൾ ഉണ്ടാകും. കാരണം ഓർമ്മശക്തി കൂടും, തൻ്റെ ഇടം കൂടും, ധൈര്യം കൂടും. ഇതൊക്കെ ചെയ്ത് വന്ന് കൂടണമെങ്കിൽ ഇങ്ങനെ നമ്മളെ അറിവ് വെച്ചിട്ട് മാത്രം നിന്നതിനെ കൊണ്ട് കാര്യമാവില്ല. മറ്റുള്ളവരുടെ നല്ലതായ പോസിറ്റീവായ എന്തെങ്കിലും വാക്കുകൾ കേൾക്കുമ്പോൾ ആ ഊർജ്ജം വെച്ചിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാക്കണം. അതുകൊണ്ട് ആരും തന്നെ പെട്ടെന്ന് പറഞ്ഞു തീർക്കെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അങ്ങനെ പറഞ്ഞു തീർക്കുന്ന അതാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇന്നത് ചെയ്തോ ഞാൻ പോയിന്ന് എന്ന് പറഞ്ഞിട്ട് പോയതിനെ കൊണ്ട് നിങ്ങൾ അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം നിങ്ങൾക്കറിയാൻ പറ്റില്ല. നിങ്ങളോട് ഈ ഒരു വാക്ക് കമൻ്റ് എഴുതുന്ന ആളോടാണ് ഞാൻ ഇത്രയും വർത്താനം പറയേണ്ടി വന്നത്. പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളൊരു സാധനം ഒരു കടയിൽ പോയി നമ്മളത് നോക്കി തിരിഞ്ഞെടുക്കാതെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകാൻ, അതൊന്നിനും പറ്റാതായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂറത്തുകളെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരുപാട് വലിച്ചു കിട്ടിയിട്ട് അങ്ങ് അരമണിക്കൂറോളോ അല്ലെങ്കിൽ കാമണിക്കൂറോളം ഒന്നും പോകുന്ന വീഡിയോകളെല്ലാം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുന്നുണ്ട്, വിലപ്പെട്ട നെറ്റ് തീരുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാം അല്ലേ. പക്ഷെ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാകുമ്പോൾ നമുക്കതൊന്നും വലിയ വിഷയമില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുമല്ലോ, ഇന്നൊരു സ്വർണം, ഇന്നൊരു സാധനം അല്ലേ, വലിയ വിലപ്പെട്ട സാധനമായിരിക്കും, നമുക്ക് ഉപകാരം ഉള്ള സാധനമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങൂ ഇന്നത്തെ കാലത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങളായാലും നമുക്കിഷ്ടപ്പെട്ട ഒരു ഭൂമി ആയാലോ ഇഷ്ടപ്പെട്ടൊരു വീട് വാങ്ങണമെങ്കിലോ ഒക്കെ തന്നെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കാര്യങ്ങൾ സാധിച്ച് കിട്ടണമെങ്കിൽ നമ്മളൊന്നും വേണ്ട, നമ്മുടെ ആ ഉദ്ദേശം മനസ്സിൽ അകമഴിഞ്ഞ ഉദ്ദേശം നമ്മളെ മനസ്സിൽ, അത്യാവശ്യമായ ഉദ്ദേശം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ആ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് തരണമെങ്കിലും നിറവേറ്റി തരണമെങ്കിലും അനുഗ്രഹിച്ച് നൽകണമെങ്കിലും നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഗ്‌രിബ് ഇശാഇൻ്റെ ഉള്ളിൽ നിങ്ങൾ നിയ്യത്ത് വെക്കുക. മുത്തുനബിൻ്റെ പേരിൽ ഞാൻ 11 സൂറത്തുൽ ഫാത്തിഹ ഓതുന്നുണ്ട്. അള്ളാഹുവേ, ആ മുതൽ നീ എനിക്ക് കയ്യിലേക്ക് എത്തിച്ചേരണേ അല്ല. ഇന്ന സാധനത്തിനാണല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന കാര്യങ്ങൾക്കാണല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന വസ്തു വാങ്ങാൻ വേണ്ടിയിട്ടാണല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നീ എൻ്റെ കയ്യിൽ എത്തിച്ചു തരണേ റഹ്മാനെ. ഞാൻ ഇന്ന് മുത്തുനബിൻ്റെ പേരിൽ ഞാൻ ഇത്ര സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഓതുന്നുണ്ട്. അള്ളാഹുവേ, നീ എനിക്ക് അനുഗ്രഹിച്ചു തരണേ അല്ല. എൻ്റെ ഓത്ത് നീ കബൂൽ ചെയ്യണേ അല്ല. എൻ്റെ നിയ്യത്ത് നീ കബൂൽ ചെയ്യണേ അല്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സുബഹി നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ 11 തവണ ഓതുക, സൂറത്തുൽ ഫത്ത് ഓതുക. സൂറത്തുൽ ഫത്ത് എല്ലാ കാര്യത്തിനും ഭയങ്കര അനുഗ്രഹം ഉണ്ടാകുന്നതുമാണ്. ഭയങ്കര എന്താ പറയേണ്ടത്, നമുക്ക് എല്ലാം കൊണ്ടും പെർഫെക്റ്റായി കിട്ടുന്ന, നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മളെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് തരുന്ന ഒരു കാര്യങ്ങളായതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത് മുത്തുനബിൻ്റെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ 11 എണ്ണം. അത് 7 ദിവസത്തേക്കാണെങ്കിൽ 7 ദിവസത്തേക്ക് തന്നെ നിങ്ങൾ ഓതണം. അപ്പം നിങ്ങളെ സാധനം അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണോ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ആ മുതൽ നമുക്ക് വീണ്ടും കിട്ടാനും ആ നഷ്ടപ്പെട്ട സാധനം നമ്മുടെ കയ്യിലെത്താനും നമുക്ക് ആ മനസ്സിന് സന്തോഷം കിട്ടാനും ആരാണോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയത് ആ സംഭവം നമുക്ക് തിരിച്ചു കിട്ടാനും ഒരിക്കലും അത് തരാൻ വേണ്ടി കൂട്ടാക്കുന്നില്ലെങ്കിൽ അവരെ മനസ്സഴിഞ്ഞിട്ട് അവർക്ക് തരാനുള്ള ഒരു വഴിയുണ്ടാക്കാനും ആ തരാനുള്ള മനസ്സുണ്ടാക്കാനും വേണ്ടിയിട്ട് നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നിങ്ങൾ ഏത് സമയത്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ രാവിലെ സുബഹിയൊക്കെ നമസ്കരിച്ചൊരു 8-9 മണി അല്ലേ, ആ 9 മണി സമയത്ത് നമ്മുടെ മനസ്സിലൊരു നിയ്യത്തുണ്ടാകുക. അല്ലാഹുവേ, എൻ്റെ ഇന്ന പോലത്തെ മുതൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി അല്ല, ഇന്ന പോലത്തെ സംഭവം പൈസ വേറൊരാൾക്ക് കൊടുത്തിട്ട് എനിക്ക് തരുന്നില്ല അല്ല. എത്ര എളുപ്പത്തിൽ എൻ്റെ നഷ്ടപ്പെട്ട മുതൽ എനിക്ക് കിട്ടാനും എൻ്റെ പൈസ എനിക്ക് തിരിച്ചു കിട്ടാനും അവർക്ക് മനസ്സ് കൊടുക്കണേ അല്ല. എൻ്റെ എന്താണോ എൻ്റെ വിലപ്പെട്ട സാധനം നഷ്ടപ്പെട്ടു പോയത് അല്ലാഹുവേ, നീ എനിക്ക് എന്നിലേക്ക് എത്തിച്ചു തരണേ അല്ല. ഞാൻ മുത്തുനബിൻ്റെ പേരിൽ 11 സൂറത്തുൽ ഫാത്തിഹ ഓതുന്നുണ്ട്. 11 ദിവസത്തേക്കാണ് അല്ലാഹ് ഓതുന്നത്. നീ കബൂൽ ചെയ്യണേ അല്ല, എൻ്റെ നിയ്യത്ത് നീ സ്വീകരിക്കണേ അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ദിവസം തന്നെ 11 സൂറത്തുൽ ഫാത്തിഹ അത് കൈയിൻ്റെ വിരൽ കൊണ്ട് നമ്മൾ എണ്ണീറ്റ് ഓതണം. ഈ ഓതുന്ന സമയത്തൊന്നും നിങ്ങൾ വർത്താനം പറയാൻ വേണ്ടി പാടില്ല, ഫോൺ എടുക്കാൻ വേണ്ടി പാടില്ല, ഒന്നും പാടില്ല കേട്ടോ. നമ്മൾ ഈ ഓത്ത് തീരുന്നതിൻ്റെ ഏത് ദിവസങ്ങളാണോ തീരുന്ന ആ ദിവസങ്ങളാകുമ്പോഴേക്ക് നമുക്ക് സാധനം കിട്ടും. ഇനി നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മുതൽ സ്വർണ്ണ ആയാലോ പൈസ ആയാലോ എവിടെയാണോ നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ടത് നമുക്ക്
ഈ ഓതിക്കഴിഞ്ഞാലും നമുക്ക് നമ്മൾ തന്നെ ആയി കിട്ടും, തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. നിയത്ത് നിങ്ങളത് അത്രയും നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിയത്ത് വെക്കുന്നെങ്കിൽ ആ മുതൽ നമുക്ക് തിരിച്ച് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ കഷ്ടപ്പെട്ട് മേടിച്ചതായാലും എന്ത് മുതലായാലും നമുക്കൊരാൾ ദാനമായിട്ട് തന്ന മുതലായാലും ഒരു ഗിഫ്റ്റായിട്ട് തന്ന മുതലായാലും ഒക്കെ തന്നെ സമ്മാനമായിട്ട് തന്നതായാലും നമ്മളിലേക്ക് തന്നെ അത് എത്തും കേട്ടോ. നമുക്ക് ഹൈറായിട്ട് അള്ളാഹു തന്നതാണെങ്കിൽ നമ്മളിലേക്ക് തന്നെ വന്നെത്തിച്ചേരും. അതുപോലെ തന്നെ നമ്മുടെ മുതൽ ആരെങ്കിലും കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ, കട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇനി അതല്ല നമ്മുടെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് നമ്മളത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയും വെച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിയത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇത് ചെയ്യുന്ന ഒരു നിയത്ത് വെച്ച് ചെയ്യുന്ന കാര്യത്തിലും നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. മൊബൈൽ ഫോൺ റിങ് ചെയ്യുമ്പോൾ നിങ്ങളത് എടുക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അത് എൻ്റെതല്ല, എൻ്റെ റിങ് ചെയ്യുന്നതല്ല, എൻ്റെ ഫോണല്ല എന്ന് വിചാരിച്ചിട്ട് കേൾക്കാത്ത മാതിരി നിൽക്കുക. എന്നിട്ട് നിങ്ങൾ ഓതേണ്ട ഓത്ത് പൂർത്തിയാക്കുക. ആത്മാർത്ഥമായിട്ട് ഓതണം കേട്ടോ, എന്നാലേ നമ്മുടെ ഈ സംഭവം നമുക്ക് അനുഗ്രഹിച്ചിട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ വെറുതെ കളിതമാശയായി ചിരിച്ചുകൊണ്ട് ഒരു വിശ്വാസമില്ലാണ്ട് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം നടക്കില്ല കേട്ടോ. കാര്യം നടക്കണമെങ്കിൽ അത്രയും ഗൗരവത്തോടെ നമ്മൾ ആ സംഭവം നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സംഭവമൊക്കെ തന്നെ എത്ര 6 മാസത്തിന് മുമ്പേ നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണമായാലോ പൈസ ആയാലോ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മളെന്ത് ഡോക്യുമെൻറ്റ്സ് ആണോ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അത് നമുക്ക് തിരിച്ചു കിട്ടും. ഏത് ജോലിയാണോ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ നിയ്യത്തിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നമ്മൾ ഓതുന്ന ഇതിൻ്റെ സാലിഹായി ഓതുന്ന ആ സൂറത്തിൻ്റെ അമലും കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് നമുക്ക് നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണോ എന്തുകൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത് ആ ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സഫലീകരിച്ച് നമുക്ക് സന്തോഷവും സമാധാനമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ എത്തിക്കും. അതുകൊണ്ട് വീഡിയോ എല്ലാവരും കാണുമ്പം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം ഒരുപാട് കൂട്ടുകാർ തന്നെ പല സംഭവങ്ങളും മറന്നു വെച്ച് പോയതും ആർക്കും കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്തതും ഒക്കെ ആയിട്ടുള്ളതുണ്ട്. എൻ്റെതും ഒരുപാട് ഡോക്യുമെൻറ്റ്സും ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ തന്നെ സ്വർണ്ണങ്ങളായാലും എൻ്റെ ഫാമിലിയിലുള്ളതായാലും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ട് ഞാനിത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് 100% 100% എനിക്ക് തിരിച്ചിട്ടെല്ലാം തന്നെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എനിക്കെല്ലാം തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ ഞാനിത് പറഞ്ഞ് നിയത്ത് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ള അവർ ഓതിയതുപോലെ തന്നെ അവർക്ക് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്, നമ്മൾ പറയുന്ന ഒന്നും വെറുതെ ആവില്ല. നിങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങൾക്കും നമുക്കൊരു ഊർജ്ജമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ധൈര്യം കിട്ടണമെങ്കിലും നമുക്ക് ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുപോലെ ചെയ്യാൻ കഴിയൂ. ഇപ്പം നിങ്ങളൊരു സാധനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നിയത്ത് കൊണ്ടും ഈ ഓത്ത് കൊണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കൂലേ, അതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് വീഡിയോ എല്ലാവരും തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട്. എല്ലാവരും എൻ്റെ ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും അസ്സലാമു